ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NS ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കൊട്ട ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ ഈ കൊട്ട ഉണ്ടാക്കുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കൊട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസാണ്. ഇനി ഇത് പെന്ന് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ചുരുട്ടി കൊടുക്കണം. ഇതുപോലെ പശ തേച്ചിട്ട് വേണം ഇത് ചുരുട്ടി കൊടുക്കാൻ. ഇതുപോലെ അറ്റം വരെ ഇങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് അവിടെ കുറച്ച് പശ തേച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഇനി ഇതുപോലെ കുറേ എണ്ണം ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറേ എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ അറ്റത്തുള്ള വേസ്റ്റായിട്ട് കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് വെട്ടി കളയാം. ഇതുപോലെ മുഴുവനായിട്ടും ഇങ്ങനെ വെട്ടിക്കളയണം. ഇനി ഞാൻ ഇതിൽ നിന്നൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിലിങ്ങനെ പശ തേച്ച് കൊടുക്കുകയാണ്. മുഴുവനായിട്ടും തേക്കണ്ട, കുറച്ച് ഭാഗത്ത് മാത്രം തേക്കുക. ഇനി ബാക്കിയുള്ള 7 എണ്ണം ഈ പശ തേച്ച ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഈ ബാക്കി വരുന്ന ഭാഗം ഞാൻ മുറിച്ച് കളയാണ്. ഇനി ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പശ തേക്കുകയാണ്. ശേഷം ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിലും ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അതേ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ അറ്റത്ത് ഇങ്ങനെ പശ തേച്ച് കൊടുക്കാം. ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പശ തേച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ രണ്ടാമത്തേലും 4-മത്തേലും 6-മത്തേലും ഇങ്ങനെ പശ തേച്ച് കൊടുക്കാം. ഇനി 1-മത്തും 3-മത്തും 5-മത്തതും 7-മത്തതും ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇതേപോലെ പശ തേച്ച ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ ആക്കാം. ഇനിയിപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ വിപരീതമായിട്ട് 1-മത്തേലും 3-മത്തേലും 5-മത്തേലും 7-മത്തേലും പശ തേച്ചിട്ട് 2-മത്തതും 4-മത്തതും 6-മത്തതും ഇങ്ങനെ പൊന്തിച്ച് വെക്കാം. ശേഷം നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതായത് ഈ പായൊക്കെ ഉണ്ടാക്കൂലേ നമ്മൾ, ഓലപ്പായൊക്കെ, അതുപോലെ തന്നെയാണ്. ഇനി ഇതുപോലെ തന്നെ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കണം. ഞാനിതിപ്പോൾ ഇവിടെ കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഈ അടിഭാഗത്തുള്ള വേസ്റ്റൊക്കെ ഞാനിങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി. ഇനി ഞാനിങ്ങനെ അറ്റത്ത് ഇത് കഴിയാറാവുമ്പോൾ പശ തേച്ച് കൊടുക്കുകയാണ്. ശേഷം നേരത്തെ ചുരുട്ടി വെച്ചത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ഇങ്ങനെ മുടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ
അതിലും കട്ടി കുറച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഈർക്കിളി വെച്ചിട്ടാണ് ഇങ്ങനെ ഇത് ചുരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ മുടഞ്ഞു വെച്ചതിൻ്റെ നടുഭാഗം ഒന്നിങ്ങനെ മുറിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മുകൾ ഭാഗം രണ്ടും അറ്റത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ചെരിച്ചിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കണം. അതും ഞാനിങ്ങനെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ പുറകുവശം നമുക്കിങ്ങനെ ഗമ്മൊക്കെ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കൊട്ടയുടെ ഈ ഒരു ഭാഗം റെഡിയാണ്. ഇനി നമുക്ക് കൊട്ടയുടെ അടിഭാഗം തയ്യാറാക്കണം. ഇതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഇതേപോലെ ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇനി ഞാനിത് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ ഉൾഭാഗത്തും ഇങ്ങനെ ചെയ്തെടുക്കണം. ഇനി ഞാൻ കൊട്ടയുടെ കൈയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നമുക്ക് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 എടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. 2 വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ സാധാ മുടി മുടയുന്ന പോലെ 3 എടുത്തിട്ട് ഇങ്ങനെ മുടഞ്ഞു കൊടുക്കണം. ഇനി ഇതിൻ്റെ അറ്റത്ത് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേ ഇപ്പോൾ കൊട്ടയുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊട്ടയ്ക്ക് കൈയും കൂടെ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നേരത്തെ മുടഞ്ഞു വെച്ചത് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ 2 സൈഡിലായിട്ട് വേണം നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ. ഇനി ഞാൻ ഈ കൊട്ടയ്ക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ റൗണ്ട് ചെയ്യുമ്പം പകുതി ഇങ്ങനെ ടേപ്പിൻ്റെ പകുതി ഭാഗം മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിങ്ങനെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതില്ലേ, ആ ഈർക്കിളി ഉപയോഗിച്ചിട്ട് നമ്മൾ ചുരുട്ടിയെടുത്തത്, അത് ഇതുപോലെ ഇതിൻ്റെ റൗണ്ട് മുഴുവനായിട്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊട്ടയൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് പെയിൻറ്റും അതുപോലെ തന്നെ ബ്രൗൺ പെയിൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റും ബ്രൗൺ പെയിൻറ്റും ഈ ബൗളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചധികം പെയിൻറ്റ് വേണ്ടി വരും, കാരണം ഈ കൊട്ട മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തെടുത്തപ്പോൾ എൻ്റേത് കുറച്ചൊരു ഗ്രീൻ കളറായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ കുറച്ച് റെഡും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊരു ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നല്ല കടും കാപ്പി പെയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഈ കൊട്ടയിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു തെർമാക്കോളിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഫ്രൂട്ട്സും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഓരോ പാർട്ടായിട്ട് ഞാനിനി ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.